shall we have a brief word of prayer? നമുക്ക് ചുരുക്കമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. Loving Heavenly Father, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, we come before you with hearts desirous to know you and to know your ways. അങ്ങയെ അറിയുവാനും അങ്ങയുടെ വഴികളെ അറിയുവാനും ഉള്ള ഹൃദയത്തോടെ അങ്ങയുടെ അടുത്തേക്ക് ഞങ്ങൾ വരുന്നു ദൈവമേ. We pray that may you by your spirit teach us and speak to us. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Lord, and if need be, Lord, may you correct us in our ways. ആവശ്യം വന്നാൽ കർത്താവേ ഞങ്ങളുടെ വഴികളെ അങ്ങ് തിരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. We commit this time to you, O Lord. അങ്ങയുടെ മുമ്പാകെ ഈ സമയം ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Thank you, brother. Thank you. And thank you, Sister Shanti, for the welcome. I am so happy again to be here, and I think it is appropriate for me to thank Dr. Sunil and Pastor Jeffy and Pastor Vinod. And I understand there's one more person who's the elder of the church. I just want to thank all of you for giving me the privilege of being here and be able to bring God's word. തുടക്കത്തിൽ തന്നെ ഞാൻ പ്രത്യേകം നന്ദി ഏറ്റുന്നു. ഈ സഭയുടെ ഒപ്പന്മാരായിരിക്കുന്ന ആൾക്കാര് എല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. And today, as Dr. Sunil said, I am continuing what I was doing about being eager to remember the poor. ഡോക്ടർ സുനിൽ പറഞ്ഞതുപോലെ, നിങ്ങൾ ഓർപ്പിച്ചതുപോലെ, ദരിദ്രരെ ഓർത്തുകൊള്ളണം, അല്ലെ ഉത്സാഹത്തോടെ ഓർത്തുകൊള്ളണം എന്നുള്ളൊരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് മുന്നോട്ട് സംസാരിക്കാൻ പോകുന്നത്. And in one way it is a privilege, but on the other hand it's also very sad. ഒരു കണക്കിന് ഇതൊരു വലിയ പദവിയാണ്, എന്നാൽ മറ്റേ സൈഡിൽ നോക്കിയാല് ഇതൊരു വിഷമമുള്ള കാര്യം കൂടാണ്. Privilege because it gives me the opportunity to look at God's word. ഇത് ഞാനൊരു പദവിയായിട്ട് കാണുന്നതെന്ന് വെച്ചാല് ദൈവത്തിന്റെ വചനത്തെ നോക്കാനായിട്ട് ഒരു അവസരം കൂടി എനിക്ക് ലഭിക്കുന്നു. And it's sad because being a community of God's people, we don't have to be reminded about it. ദുഃഖപരമായിട്ടുള്ള കാര്യം എന്തുകൊണ്ടെന്ന് വെച്ചാല് നമ്മള് ദൈവത്തിന്റെ ജനമാണ്, പക്ഷെ ദൈവത്തിന്റെ ജനമായിട്ട് പോലും നമ്മളെ ഈ കാര്യം ഓർപ്പിക്കേണ്ടി വരുന്നുവല്ലോ എന്ന് ഓർക്കുമ്പോൾ അത് എനിക്ക് ദുഃഖമുണ്ട്. But I suppose that is how we all are. പക്ഷെ ഞാൻ കരുതുന്നു നമ്മള് ഇങ്ങനത്തെ ഒരു ആൾക്കാരാണ്. Peter wrote his second letter and he says, I want to remind you. പത്രോസ് രണ്ടാം ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. So to be reminded is not to find fault, but just to once again get our knowledge of God correct. അതുകൊണ്ട് ഈ ഓർപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റ് കണ്ടുപിടിച്ച് ചൂണ്ടിക്കാണിക്കുന്നല്ല, നമ്മളെ വീണ്ടും ദൈവത്തിന്റെ ചില കാര്യം ഓർപ്പിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. Now many years ago I was invited to speak to a group of people from different religions. കുറെ വർഷങ്ങൾക്ക് മുമ്പ് പല മതങ്ങളിലുള്ള ആൾക്കാരോട് സംസാരിക്കുവാൻ എനിക്ക് ഒരു ക്ഷണം ലഭിച്ചു. And the subject that I was called to speak on was religion and development. അന്ന് എനിക്ക് സംസാരിക്കാൻ കിട്ടിയ വിഷയം മതവും പുരോഗമനവും. So when I started to speak, I told them how religion is so disconnected to the real issues of the people. അന്ന് ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ മതവും ആൾക്കാരുടെ യഥാർത്ഥമായിട്ടുമുള്ള വിഷയങ്ങളും തമ്മിലെ പലപ്പോഴും ചേർച്ചയില്ലായ്മയുണ്ട്. And I gave them an example. ഞാൻ അവർക്കൊരു ഉദാഹരണം കൊടുത്തു. I said, that was many years ago. I don't think things have changed a lot. I said, every year, every day, nearly 30,000 children die in the world out of sicknesses that can be avoided.
ഞാന് അവർക്കൊരു ഉദാഹരണം കൊടുത്തു. ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്, പക്ഷെ അതിൽ നിന്ന് സാഹചര്യം ഒത്തിരി വ്യത്യാസപ്പെട്ടിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത്. ഓരോ ദിവസവും ഏകദേശം 30,000 കുട്ടികള് വേണമെങ്കിൽ രക്ഷപ്പെടാവുന്ന അസുഖങ്ങളിൽ നിന്ന് മരിക്കുന്നു. Just on health issues. അത് ആരോഗ്യകരമായിട്ടുള്ള കാരണം, അതിന്റെ ഈ അസുഖങ്ങൾ കൊണ്ട് മാത്രം. And then there are more who die because they live in war zones. അത് മാത്രമല്ല, ഇതിൽ കൂടുതൽ കുട്ടികള് യുദ്ധകളങ്ങളിൽ അവിടൊക്കെ ജീവിക്കുന്നത് കൊണ്ട് അവര് മരിക്കുന്നു. And then there are more who are sold, trafficked and abused. പിന്നെ വേറെ കുറെ കുട്ടികളെ അവരെ പല ആൾക്കാരും വിറ്റ് അവരെ ചൂഷണം, ലൈംഗിക ചൂഷണം ഒക്കെ ചെയ്യപ്പെടുന്നു. So I said, we need a God who is concerned about it. അപ്പൊ ഞാൻ അവരോട് അന്ന് പറഞ്ഞത്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഭാരമുള്ള ഒരു ദൈവത്തെയാണ് നമുക്ക് വേണ്ടത്. And I said, we have more than 300,000 gods in this country. ഞാന് അന്ന് അവരോട് പറഞ്ഞ്, നമുക്ക് 30 കോടിയിൽ കൂടുതല് ദൈവങ്ങളുള്ള ഒരു രാഷ്ട്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. And I told them, if we don't have a God who's concerned, I think we should create one new God. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഈ 30 കോടി ആൾക്കാരിലെ ദൈവങ്ങളിലെ ആർക്കും ഈ ഒരു കാര്യത്തോട് ഭാരമില്ലെങ്കിൽ നമുക്കിനി ഇങ്ങനെ ഒരു ദൈവത്തെ ഉണ്ടാക്കേണ്ടി വരും. A God who's concerned about justice. നീതിയെ കുറിച്ച് വളരെ ആഗ്രഹമുള്ള അല്ലെ ഭാരമുള്ള ഒരു ദൈവം. And after my session was over, എന്റെ ആ സെഷൻ അവിടെ തീർന്നപ്പോൾ, when we were having tea, many of the leaders came and surrounded me. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ പല നേതാക്കന്മാരും എന്റെ അടുത്ത് വന്ന് അവിടെ ചുറ്റി വന്ന് നിന്നു. Remember, I told you they were from different religious traditions. അവര് വേറെ പല മതങ്ങളിൽ നിന്ന് വന്നതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കണം. The different groups of Hinduism were there. അവിടെ ഹിന്ദുയിസത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. I thought they were offended by what I said. അവരെല്ലാം വന്നപ്പോൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ്. But that's not what happened. പക്ഷെ അന്ന് സംഭവിച്ചത് അതല്ല. They told me, Mr. Samuel, you may not know that only in the God of Christians is a God of justice. അവരെന്നോട് വന്ന് പറഞ്ഞത്, മിസ്റ്റർ സാമുവേൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും, ഈ ക്രിസ്ത്യാനികളുടെ ദൈവം മാത്രമേ ഉള്ളൂ ഈ നീതിയുടെ ദൈവം. Because they said, we don't have God for justice. അവര് പറഞ്ഞത്, ഞങ്ങൾക്ക് നീതിയുടെ ഒരു ദൈവമില്ല. Now I didn't check it out afterwards. അതിനുശേഷം അത് ശരിയാണോ അവര് പറഞ്ഞ് എന്ന് എനിക്കറിയത്തില്ല. But because I heard it from them, I am convinced that they know their religion, and they know when we talk about God and justice, it's a very biblical understanding. അപ്പം ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയില്ലെങ്കിലും അന്ന് മതനേതാക്കന്മാരാണ് ഇത് പറഞ്ഞത്, അതുകൊണ്ട് അവർ ശരിയായിരിക്കും പറഞ്ഞതെന്ന് ഞാൻ കരുതുന്നു. നമ്മള് ക്രിസ്ത്യാനികളുടെ ദൈവം നീതിയുടെ ദൈവമാണ്. But I didn't realize that they all knew it, but the Christians don't know it. അപ്പം അവർക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയായിരുന്നു, പക്ഷെ ക്രിസ്ത്യാനികൾക്ക് ഈ കാര്യത്തിന്റെ അവബോധമില്ല. But we know that in the Bible, people from the beginning of time understood God as a God of justice. പക്ഷെ നമ്മള് വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ദൈവം നീതിയുടെ ദൈവമാണെന്ന് പഴയ നിയമത്തിൽ ആൾക്കാർ മനസ്സിലാക്കിയായിരുന്നു. Remember in Sodom and Gomorrah incident, Abraham intercedes with God. നിങ്ങളെ ഓർക്കണം, സോദോമും ഗൊമോറയുടെയും ആ സംഭവം നമ്മൾ ചിന്തിക്കുമ്പോൾ അബ്രഹാം ദൈവത്തോട് മധ്യസ്ഥത ചെയ്യുന്നത് നമ്മൾ കാണും. And he says, suppose there are 40 righteous people, will you destroy because you are a God of justice? അപ്പൊ അവിടെ അബ്രഹാം ദൈവത്തോട് പറയുന്നത്, അഥവാ സോദോമിലെ 40 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കുമോ? നീ ഒരു നീതിയുടെ ദൈവമല്ലേ? Very interesting. Abraham argued with God because God is a God of justice. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ അബ്രഹാം ദൈവത്തോട് വാദിക്കുന്ന അതിന്റെ മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ, ദൈവമേ നീ നീതിയുടെ ഒരു ദൈവമാണല്ലോ.
And before Abraham, there was another man called Job. ഈ അബ്രഹാം ജീവിച്ചതിന് മുമ്പ് ഉള്ള കാലത്ത് ജീവിച്ച ഒരു ആളാണ് ഇയ്യോബ്. And Job also believed that God is a God of justice. ഇയ്യോബിന് ഈ കാര്യം അറിയായിരുന്നു, ദൈവം നീതിയുടെ ദൈവമാണ്. One of India's most famous economists is Amartya Sen. ഭാരതത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന എക്കോണമിസ്റ്റ് അല്ലെ അർത്ഥശാസ്ത്രി അത് അമർത്യ സെൻ എന്ന് പറയുന്ന ഒരാളാണ്. And he has a good book called The Idea of Justice. അദ്ദേഹം ഇംഗ്ലീഷിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഐഡിയ ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞ്. And he said even children, before they talk about love, they talk about justice. അദ്ദേഹം അതിനകത്ത് എഴുതിയത്, കുട്ടികൾ പോലും സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നീതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. If there are more than one child, if there's more than one child in your family, the children will tell you, Mama, you are not fair. Daddy, you are not fair. That is a value that they have first. ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ വളരെ കൊച്ചിലെ തന്നെ അവര് പറയാം, അമ്മേ ഇത് അന്യായമാണ് ഈ കാണിക്കുന്നത്, അല്ലെ അപ്പ ഇത് ശരിയല്ല, ഇത് തെറ്റാണ്, അന്യായമാണെന്ന് പറയും. So injustice and the desire for justice is a value that is in the heart of God. അതുകൊണ്ട് അന്യായം എന്ന് പറയുന്നത് അത് ദൈവത്തിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. But the sad part today, in many parts of the world, people who name Jesus are part of the injustice in the world. പക്ഷേ ദുഃഖപരമായിട്ടുള്ള കാര്യം, യേശുവിന്റെ ആൾക്കാരാണെന്ന് അവകാശപ്പെടുന്ന ആൾക്കാരെ പലപ്പോഴും അനീതിയുടെ ഭാഗത്താണ്. And this world is not a balanced world. ഈ ലോകത്തിൽ നമ്മൾ നോക്കിയാൽ അത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലോകമല്ല. You know, even during this lockdown, ഈ ലോക്ക്ഡൌണിന്റെ സമയം നമ്മൾ നോക്കിയാൽ some people have become richer than what they were before the lockdown. ചില ആൾക്കാർ ലോക്ക്ഡൌണിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാട്ടിലും കൂടുതൽ പണം ഈ സമയത്ത് അവർ സമ്പാദിച്ചു. I was surprised 2 weeks ago. I read about one of these rich people. In one day, he earned $2 billion. Can you believe? In one day. ഒരു ദിവസം ഇങ്ങനെ ഉള്ള ഒരു വളരെ ധനികനായിട്ടുള്ള വ്യക്തി $2000 കോടി ആണ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. In one day. ഒരു ദിവസം. And in our country, 60% of the children have dropped out of education because of the lockdown. എന്നാൽ മറു സൈഡില് നമ്മളുടെ രാജ്യത്ത് കഴിഞ്ഞ ഈ ലോക്ക്ഡൌണിന്റെ ഒരു വർഷത്തിലെ 60% കുട്ടികള് അവര് പഠിത്തം നിർത്തി ഈ ലോക്ക്ഡൌൺ കാരണം. And that means they are going to be poor permanently for the next few generations. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അടുത്ത 2-3 തലമുറ അവരെ വളരെ ദരിദ്രത്തിൽ ജീവിക്കാൻ പോവുകയാണ്. 1% of the world owns 50% of the world's property. ഈ ലോകത്തിന്റെ നമ്മളെ പ്രോപ്പർട്ടി സ്ഥലം എങ്ങനെ വെച്ച് നോക്കിയാല് ലോകത്തിന്റെ 1% ആൾക്കാരാണ് ലോകത്തിന്റെ 50% പ്രോപ്പർട്ടി അവരുടെ കൈവശമുള്ളത്. And we as the church should be broken about it, even as the heart of God is broken. ഈ ദൈവം ഈ കാര്യങ്ങളൊക്കെ കാണുമ്പം ദൈവത്തിന്റെ ഹൃദയം നോവുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ ആൾക്കാരായ നമ്മളും ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വേദന വരണം. Leave the other religions. ബാക്കി മതത്തിന്റെ ഒക്കെ വിട്ടേര്. They don't have that concept. അവർക്ക് അങ്ങനെ ഒരു ചിന്ത പോലുമില്ല. Yes, they do a lot of good. അവര് വളരെ പല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. They care for the poor. അവരെ പാവങ്ങളെ നോക്കും. They provide, they give money for poor. അവരെ പാവങ്ങൾക്ക് പണം കൊടുക്കും. But all because they believe that will earn them salvation. പക്ഷെ അവരതെല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്. But for us, because salvation is free, we don't do anything. പക്ഷെ നമ്മളെ പോലുള്ള ക്രിസ്ത്യാനികൾക്ക് നമുക്ക് വളരെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ രക്ഷ ലഭിക്കുന്നത് കൊണ്ട് നമ്മൾ പിന്നെ ഒന്നും ചെയ്യത്തില്ല. But we should do it because our God is a God of justice.
പക്ഷെങ്കിൽ നമ്മള് നല്ല പ്രവൃത്തി ചെയ്യേണ്ടത് നമ്മളുടെ ദൈവം നീതിയുടെ ദൈവമായതുകൊണ്ട്. Many times when I am teaching about God of justice, people tell me it's all in the Old Testament. പലപ്പോഴും ഞാൻ നീതിയുടെ ദൈവത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആൾക്കാർ പറയും നിങ്ങൾ പഴയ നിയമത്തിൽ നിന്നാണ് പഠിപ്പിക്കുന്നത്. But it's not true. New Testament has a lot about it also. പക്ഷേ അത് തെറ്റാണ്. പുതിയ നിയമത്തിലും ഈ നീതിയെ പറ്റി പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. So when people tell me it's all from the Old Testament, അപ്പം നിങ്ങൾ പറയുന്ന എല്ലാം ഇത് പഴയ നിയമത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ I tell them, if you look at what the Bible says about the rich people, the New Testament is very hard on it. ഞാൻ അവരോട് പറയുന്നത് പുതിയ നിയമത്തില് പണക്കാരെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കഠിനമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. Woe unto you rich. That is what James writes. യാക്കോബ് എഴുതുന്നത് അയ്യോ ധനികരായുള്ളവരെ അയ്യോ കഷ്ടം. Now then they tell me, no, but there were rich people in the Bible. അങ്ങനെ പറയുമ്പോൾ ആൾക്കാർ പറയാ അയ്യോ നമ്മൾ വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ ധനികരായിട്ടുള്ള ഒത്തിരി പേരുണ്ടായിരുന്നല്ലോ. So they tell me Solomon was rich. അവർ പറയും ശലോമോൻ വളരെ പണക്കാരനായിരുന്നു, Abraham was rich. അബ്രഹാം പണക്കാരനായിരുന്നു. So when it comes to rich, we are all Old Testament people. When it comes to justice, we are New Testament people. അപ്പം തമാശ എന്താന്ന് വെച്ചാല് ഈ പണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളെല്ലാം പഴയ നിയമത്തിന്റെ ആൾക്കാരാവും, പക്ഷെ നീതിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പുതിയ നിയമത്തിന്റെ ആൾക്കാർ. We are a very clever way of interpreting Bible. നമ്മള് ഒക്കെ വചനം ഒരു വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് രീതിയിലാണ് നമ്മൾക്ക് തോന്നുന്ന രീതിയിലാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. Now many years ago, I got these glasses which are called bifocal glasses. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാന് പ്രത്യേക കണ്ണാടി മേടിച്ചു, അതിന് ബൈഫോക്കൽ ഗ്ലാസസ് കണ്ണാടി എന്ന് പറഞ്ഞു. So when I am reading, I look through the lower part because it will be big, and when I am looking at you, I have to look through the top part. അപ്പൊ ഉദാഹരണത്തിന് ഞാന് എന്തെങ്കിലും പുസ്തകം വല്ല വായിക്കുവാണെങ്കിൽ ആ ഗ്ലാസിന്റെ താഴത്തെ ഭാഗം വെച്ച് ഞാൻ ഇങ്ങനെ നോക്കും. അഥവാ ഞാൻ നിങ്ങളെ നോക്കുവാണെങ്കിൽ ഞാൻ ഗ്ലാസിന്റെ മേളത്തെ ഭാഗം വെച്ച് നോക്കും. Yeah, that's right. That's called bifocal glass. അതാണ് ബൈഫോക്കൽ ഗ്ലാസ് എന്ന് പറയുന്നത്. Many of us have bifocal reading of the Bible also. പക്ഷെ നമ്മളിൽ പല ആൾക്കാരും വേദപുസ്തകവും ഒരു ബൈഫോക്കൽ രീതിയിൽ വായിക്കാറുണ്ട്. So we read justice in the Old Testament as in the Old Testament, and riches also in the Old Testament. Very interesting. അപ്പം നമ്മള് നീതിയെ കുറിച്ചും ഈ പണത്തെ കുറിച്ചും ഒക്കെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പുതിയ നിയമവും പഴയ നിയമവും നമ്മൾ നോക്കാറുണ്ട്. And so that is where we have a problem. അവിടെയാണ് നമ്മളുടെ പ്രശ്നം. But for the early church, the God of the Old Testament was the God of the New Testament also. പക്ഷേ ആദിമസഭയുടെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമത്തിന്റെ ദൈവമായിരുന്നു അവരുടെ ദൈവം. So when they told Paul to remember the poor, they were talking about the God of the Old Testament. അതുകൊണ്ട് അപ്പോസ്തലന്മാരെ പൗലോസിനോട് നിങ്ങൾ ദരിദ്രരെ ഓർത്തുകൊള്ളണം എന്ന് പറഞ്ഞപ്പോൾ അവര് പഴയ നിയമത്തിലെ ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞത്. And also they talked about this God who became man in Jesus Christ, which is the New Testament. അത് മാത്രമല്ല ആ ദൈവം യേശു ക്രിസ്തുവിൽ മനുഷ്യനായിട്ട് വന്നു എന്ന് പറയുമ്പോൾ അത് പുതിയ നിയമത്തിന്റെ കാര്യമായിരുന്നു. And he became poor. ആ യേശു ദരിദ്രനായി എന്ന് അവിടെ പറയുന്നു. And then the coming of the Holy Spirit, and then the establishment of the church, all these are in the New Testament. അത് മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ വരവും സഭ സ്ഥാപിക്കപ്പെട്ടതും അതെല്ലാം പുതിയ നിയമത്തിലെ കാര്യങ്ങളല്ലേ. So how did they remember the poor? അതുകൊണ്ട് ആദിമസഭയുടെ ആൾക്കാർ എങ്ങനെയാണ് ദരിദ്രരെ ഓർത്തത്? I want to bring to you some of the issues from the Bible. വേദപുസ്തകത്തിൽ നിന്ന് ഈ ചില വിഷയങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. You remember I told you about 1 Corinthians where Paul writes and says, how many of you are philosophers, how many of you are scholars, but God chose those who are the ordinary people. ഇന്നലെ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത് പൗലോസ് അവിടെ കൊരിന്ത്യരോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്.
നിങ്ങൾ എത്ര പേര് തത്വചിന്തകരായിരുന്നു, നിങ്ങൾ എത്ര പേര് ഉയർന്ന തലത്തിൽ നിന്ന് വന്നവരാണ്. പക്ഷേ ദൈവം വളരെ താഴ്ന്ന സ്ഥാനത്ത് ഉള്ള ആൾക്കാരെ അവിടെ തെരഞ്ഞെടുത്തു എന്ന് അവരെ ഓർപ്പിക്കുകയാണ്. So, in the New Testament times, the church, when they saw the poor, they saw them as people who are very special to God. God has chosen them. അപ്പൊ പഴയ നിയമകാലത്ത് ദാരിദ്ര്യത്തിലുള്ളവരെ അന്ന് വിശ്വാസികൾ കണ്ടപ്പോൾ അവരെ വളരെ പ്രത്യേകമായിട്ടും ദൈവം തെരഞ്ഞെടുത്ത ഒരു കൂട്ടം ആൾക്കാരാണല്ലോ എന്നുള്ള രീതിയിലായിരുന്നു കണ്ടത്. Not because God was condescending or showing mercy to them. ദൈവം അവരെ ഏതാണ്ട് വേണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊടുത്തേക്കാം എന്നുള്ള നിലയിലുള്ള ചില ആൾക്കാരായിട്ട് അല്ല അവരെ കണ്ടത്. And God, for them, the work among the poor was consistent with the character of God. അവരെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവരുടെ ഇടയിലെ പ്രവർത്തനം അത് ദൈവത്തെ അനുസരിക്കുന്നു, അല്ലെ ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടായിരുന്നു അവർ കണക്കാക്കിയത്. So in 1 Corinthians, when Paul talks about God has chosen those who are weak, he was talking it in a particular context. അതുകൊണ്ട് ബലഹീനരെ തെരഞ്ഞെടുത്ത ഒരു ദൈവത്തെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യരിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക ഒരു പശ്ചാത്തലത്തിൽ നിന്നായിരുന്നു സംസാരിക്കുന്നത്. He was talking about his own calling to preach Christ crucified. ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കാൻ വേണ്ടിയാണ് വിളിക്കപ്പെട്ടത് എന്ന് ഒരു കാര്യം അവിടെ പൗലോസ് പറയുന്നുണ്ടായിരുന്നു. Earlier, Paul says, Christ sent me not to baptize, but to preach Christ. അതിനു മുമ്പ് അവിടെ പൗലോസ് പറയുന്നു, ആൾക്കാരെ സ്നാനപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് യേശുവിനെ പ്രസംഗിക്കാൻ, ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ വിളിച്ചത്. And he says the cross, the preaching of the cross is foolishness to the Greek and stumbling block to the Jews. അവിടെ പൗലോസ് പറയുന്നത് ഈ ക്രൂശിനെ കുറിച്ചുള്ള സന്ദേശം അത് യവനരെ സംബന്ധിച്ചിടത്തോളം ഓഷത്വമാണ്, യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരെ ഇടറി വീഴുന്ന ഒരു കല്ല് പോലാണ്. Because why will God die? It sounds very foolish. ഒന്നോർത്ത് നോക്കിക്കേ, ദൈവം മരിക്കേണ്ട ആവശ്യമുണ്ടോ? അത് കേൾക്കുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു വല്ലാതെ നമുക്ക് തോന്നത്തില്ലേ? But Paul says the wisdom of God is higher than human wisdom. പക്ഷെ പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ ജ്ഞാനം മനുഷ്യരുടെ ജ്ഞാനത്തെക്കാട്ടിലും ഉയർന്ന ഒരു കാര്യമാണ്. This is how God works. അങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. For you it is powerlessness, but for God it is an act of power. മനുഷ്യരെ നോക്കുമ്പോൾ അത് ബലഹീനതയായിട്ട് തോന്നിയേക്കാം, പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബലം കാണിക്കുന്ന ഒരു കാര്യമാണ്. So in 1 Corinthians chapter 1 verse 26, I'll ask Brother Sunil or Shanti to read verse 26 to verse 28 or 29. Can she? കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായത് ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. This is how God works. ദൈവം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. He chooses foolish things, he chooses ordinary things to show his power. ദൈവം ബലഹീന ആൾക്കാരെയും കുലഹീനായിട്ട് നികൃഷ്ടമായിട്ടുള്ള ആൾക്കാരെയും തെരഞ്ഞെടുത്ത് അവന്റെ ശക്തി അവിടെ പ്രകടമാക്കുന്നു. Very consistent with the fact that God died on the cross. ഇത് ദൈവം ക്രൂശിൽ മരിച്ചു എന്നുള്ള കാര്യത്തിന്റെ അതേ രീതിയിൽ ഉള്ള ഒരു കാര്യമാണ്. This is how God works. ഇങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. But today
we in the church, I'm not talking of your church or any particular church, many times the church is more interested in winning the powerful people in order to show how powerful God is. അപ്പം ഞാനിപ്പം പ്രത്യേകിച്ച് നിങ്ങളുടെ സഭയോ അല്ല ഏതെങ്കിലും പ്രത്യേക സഭയെ കുറിച്ച് പറയുമല്ല. ഇന്ന് സഭ അകമൊത്തം നമ്മൾ നോക്കിയാലേ ഈ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരെ എങ്ങനെയെങ്കിലും കർത്താവിലേക്ക് നേടി അങ്ങനെ കർത്താവ് എത്ര ബലമുള്ളവനാണ് എന്ന് ബാക്കിയുള്ളവരെ കാണിക്കാനുള്ള ശ്രമത്തിലാണ് സഭ. Now that is not how God works. എന്നാൽ ദൈവം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. So in the early church, every poor person was important in the eyes of the church people. ആദിമസഭയിലെ ഓരോ പാവപ്പെട്ട ആൾക്കാരും ദരിദ്രരും സഭയ്ക്ക് വളരെ വിലപ്പെട്ടവരായി. You may not do anything for the poor. നമ്മള് പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യത്തില്ല ശരിക്കും. But you have to treat the poor with dignity. പക്ഷേ ആ പാവപ്പെട്ടവർക്ക് നമ്മളെ ഒരു പ്രത്യേക ഒരു സ്ഥാനം കൊടുക്കേണ്ടതായിട്ടുണ്ട്. And I know over many years of being involved with the poor, to treat the poor with respect is one of the most important part of the good news. ഈ പല വർഷങ്ങളായിട്ട് ഈ ദരിദ്രരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ദരിദ്രരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ അവരെ നമ്മൾ ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട്. So if you have people who you know who are poor, how you treat them is very important for our attitude towards the poor. നമ്മള് ഈ പാവപ്പെട്ടവരെ അവർക്ക് അന്തസ്സ് കൊടുത്ത് അവരെ ബഹുമാനിക്കുന്ന ഉണ്ടോ ഇല്ലയോ അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. Now Mother Teresa, who lived in Calcutta, used to say when she cleaned the feet of people who were dying, she says every feet she looks at it as the feet of Jesus. കൊൽക്കത്തയിൽ ഉണ്ടായിരുന്ന മദർ തെരേസയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ പാവപ്പെട്ട ആൾക്കാരെ അവരുടെ പാദങ്ങളെ അവിടെ കഴുകുമ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് ഞാന് യേശുവിന്റെ പാദത്തെ കഴുകുന്നു എന്നാണ് പോലാണ് ഞാൻ അവരുടെ കാലുകളെ കഴുകുന്നത്. How you see the poor is very important. നമ്മള് ഈ ദരിദ്രരെ ഏത് രീതിയിൽ കാണുന്നോ അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. Many years ago when we could travel, I was in Malaysia and I went to a place which works with disabled children. പല വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മലേഷ്യയില് പോയപ്പോൾ ഞാന് അംഗവൈകല്യമുള്ള കുട്ടികളുടെ ഇടയില് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ പോയി. And I was meeting with the staff of that particular center. ഞാന് ആ സെന്ററിന്റെ പ്രവർത്തിച്ചു വന്ന ആ സ്റ്റാഫ് അവരോട് ഞാൻ സംസാരിച്ചു. So they were telling me about a difficult experience they had. അപ്പൊ അവര് കടന്നുപോയ ഒരു പ്രത്യേക ഒരു പ്രയാസമേറിയ സാഹചര്യത്തെ കുറിച്ച് എന്നോട് പറയുണ്ടായി. A mother had brought a child to the center for admission, but the child was an older child, nearly 12 years old. ഒരു അമ്മ ഒരു കുട്ടിയെ ആ ഒരു സെന്ററിലേക്ക് അവിടെ കൊണ്ടുവന്നതായിരുന്നു. പക്ഷെങ്കിൽ ആ കുട്ടിക്ക് ഇച്ചിരി പ്രായം കൂടുതലായിരുന്നു, 12 വയസ്സുണ്ടായിരുന്നു. Now they don't take children above a particular age because it's very hard, especially when they are difficult, they have a disability. When they come to the center and they're older, they can be very violent. So as a policy, they don't take them. അതുകൊണ്ട് നയപരമായിട്ടുള്ള രീതി നോക്കിയാൽ ആ സെന്ററിലെ ആൾക്കാരെ ഒരു പ്രത്യേക പ്രായത്തിൽ കൂടുതലുള്ള കുട്ടികളെ ആ സെന്ററിൽ എടുക്കാറില്ലായിരുന്നു. എന്താന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അംഗവൈകല്യവും കൂടെ ഉണ്ടെങ്കിലേ അങ്ങനെ ഇച്ചിരി പ്രായമുള്ള കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അത് അവരെ മാനേജ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. But because the mother pleaded, they took this one boy into the center. പക്ഷെ ആ അമ്മ അവരോട് വളരെ യാചിച്ചത് കൊണ്ട് അവരാ മോനെ എടുത്തു. But they had a very difficult time. പക്ഷെ അവരെ സംബന്ധിച്ച് അവർ വലിയ പ്രയാസമായിരുന്നു ആ കുട്ടിയെ. He used to get angry, throw things, and even he started beating the teachers. ആ കുട്ടിക്ക് ഇടയ്ക്കൊക്കെ ദേഷ്യം വരും, സാധനങ്ങളൊക്കെ എടുത്ത് എറിയും, ചിലപ്പം ടീച്ചർമാരെ അടിക്കുകയും ചെയ്യും. So they had a staff meeting
And they said, we can't keep this child, we have to send the child home. അതുകൊണ്ട് അവിടുത്തെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ സ്റ്റാഫ് മീറ്റിംഗിൽ പറഞ്ഞു, ഈ മോനെ നമുക്ക് നോക്കിക്കൊണ്ട് പോകാൻ പ്രയാസമാണ്, അവനെ തിരിച്ച് അയക്കാം. But then one of them said, suppose on the last day Jesus says, I was in that little child, I came to your center, you didn't take care of me, what will we tell him? അപ്പം അതിനകത്ത് ഒരു സ്റ്റാഫ് മെമ്പർ പറഞ്ഞു, അയ്യോ അവസാന ദിവസം അഥവാ യേശു നമ്മളോട് പറയുവാണ്, ഞാൻ ആ കുട്ടിയിലുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ വന്നപ്പോൾ നിങ്ങള് എന്നെ എന്തുകൊണ്ട് കരുതിയില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ഉത്തരം പറയാനായിട്ടുണ്ട്? Some of them said, he can't be Jesus. കുറച്ചുപേര് പറഞ്ഞു, അയ്യോ യേശു ആ ആളിൽ എങ്ങനെ അങ്ങനെ ഒരിക്കലും സാധിക്കത്തില്ല. But somebody said, suppose he is Jesus. പക്ഷെ വേറെ ചിലർ പറഞ്ഞു, അല്ല ഒരു പക്ഷേ യേശു ആ വ്യക്തിയിലായിരുന്നെങ്കിലോ. They said, okay, let's try for next 1 week, we'll keep him and we will treat him like Jesus. അപ്പൊ അവര് പറഞ്ഞു, ഓക്കെ ഒരാഴ്ചത്തേക്കിന് നമുക്ക് നോക്കാം, ഈ ഒരാഴ്ച ഈ പയ്യനെ യേശു ആണ് എന്ന് ഉള്ള രീതിയിൽ അവനെ ഒന്ന് നോക്കാം. Things began to change. പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ കാര്യങ്ങളൊക്കെ വ്യത്യാസം വരാൻ തുടങ്ങി. He became soft. ആ അവനെ വളരെ മൃദു ആകാൻ തുടങ്ങി. He started responding. അവരോട് നല്ല രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങി. Because they looked at him as though he was Jesus. എന്താണെന്ന് വെച്ചാൽ അവനെ പിന്നെ യേശുവിനെ കാണുന്നത് പോലെ കാണാൻ തുടങ്ങി. In the early church, when the poor came to them, I'm sure they went back and said, wow, these people treat us as though we are God. ആദിമസഭയിലെ ഈ പാവപ്പെട്ടവരും ദരിദ്രരൊക്കെ അവിടെ വരുമ്പോൾ അവര് തിരിച്ചു പോകുമ്പോ, അയ്യോ ഞങ്ങള് ദൈവങ്ങളാന്നുള്ള രീതിയിലാണ് ഇവര് നമ്മളോട് പെരുമാറുന്നത്. They even give us important seats. ഏറ്റവും പ്രധാനപ്പെട്ട ഇരിപ്പിടം പോലും അവര് ഞങ്ങൾക്ക് തരുന്നു. How they saw the poor was very important for the early church. ആദിമസഭയെ സംബന്ധിച്ചിടത്തോളം ഈ ദരിദ്രരെ അവരെ ഏത് രീതിയിൽ കണ്ടു എന്നുള്ളൊരു കാര്യം വളരെ പ്രാധാന്യമുള്ളതാണ്. The second thing is that when the leaders met together, one of the important things is they were concerned about how the poor are treated. ഇത് മാത്രമല്ല, ഈ നേതാക്കന്മാര് അവരൊന്നിച്ചു വരുമ്പോൾ ഈ ദരിദ്രരെ എങ്ങനെയാണ് ആൾക്കാര് അവരോട് പ്രതികരിക്കുന്നത്, അവരെ ഇടപെടുന്നത്, അതിന് വളരെ പ്രാധാന്യം കൊടുത്തായിരുന്നു. Today when we meet, we talk about how many baptisms, how many people have come to the Lord, how many churches we have planted, how many Bible studies we have. എന്നാൽ ഇന്ന് നമ്മൾ ഒന്നിച്ചു വരുമ്പോൾ എത്ര പേര് സ്നാനപ്പെട്ടു, എത്ര സഭകളെ സ്ഥാപിച്ചു, എത്ര ബൈബിൾ സ്റ്റഡീസ് നമുക്കുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത്. But when Peter, James and John met Paul, they said, Paul, remember the poor. പക്ഷേ പത്രോസും യാക്കോബും യോഹന്നാനും പൗലോസിനെ കണ്ടപ്പോൾ പറഞ്ഞത്, നിങ്ങള് ദരിദ്രരെ ഓർത്തുകൊള്ളണം. James in his letter, he talks about different matters. യാക്കോബ് ലേഖനം എഴുതിയപ്പോൾ പല വിഷയങ്ങളെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. And one of the things he says, you gather together, I hear that you make a poor man to sit on the floor. Even the seating arrangement, the leaders were concerned. അപ്പം യാക്കോബ് പറയുന്നത്, നിങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ ഈ ദരിദ്രരെ താഴെ ഇരുത്തുന്ന പരിപാടി ഇത് ശരിയല്ല. ഈ നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ സഭയിലെ സീറ്റിംഗ് അറേഞ്ച്മെന്റിനെ പറ്റി പോലും അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. Now I don't know about your church, I don't know much about where Kollam is and Koilon is and all those things. എനിക്ക് നിങ്ങളുടെ സഭയെ കുറിച്ചോ കൊല്ലത്തെ കുറിച്ചോ ഒന്നും അറിയത്തില്ല. But I remember visiting Trivandrum few years ago. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് അവിടെ സന്ദർശിച്ച കാര്യം ഓർക്കുന്നുണ്ട്. And I was speaking at one of the, I think one very popular CSI church. I think some cathedral or something. അവിടെ ഒരു വലിയ അറിയപ്പെടുന്ന ഒരു CSI സഭയില് ഞാൻ അവിടെ സംസാരിക്കുമായിരുന്നു. And as I was going, I saw two Catholic churches on two sides of the road. ഞാൻ ഇച്ചിരി മുന്നോട്ട് പോയപ്പോൾ ഞാൻ അവിടെ രണ്ട് കത്തോലിക്ക സഭ സഭാ കെട്ടിടങ്ങൾ, അതായത്
ചർച്ച് കണ്ടു. അത് റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് ഞാൻ കണ്ടു. Usually there's only one Catholic church in one place. I never saw two on the same road. സാധാരണഗതിയിൽ നമ്മളിപ്പോ ഒരു കാത്തലിക് ചർച്ച് കാണുവാണെങ്കിൽ ഒരു സ്ഥലത്ത് ഒന്നേ കാണത്തുള്ളൂ. ഈ ഒരു റോഡിൽ തന്നെ രണ്ട് സൈഡില് രണ്ട് സഭാ കെട്ടിടങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നി. So I asked them, what are these two churches? അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഇതെന്താണ് ഈ രണ്ട് സഭാ കെട്ടിടങ്ങള്? Now I forgot the name. They said one is Syrio Malabar and one is Catholic Church. അപ്പൊ Something like that. ഞാൻ പേര് മറന്നുപോയി. അതിനകത്ത് ഒന്ന് സിറോ മലബാറും ഒന്ന് കാത്തലിക് ചർച്ചും, അങ്ങനെ രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. And one they said is upper caste and one is fisherman community. അപ്പൊ പറഞ്ഞു, ഒന്ന് ഈ ഉയർന്ന ജാതിയിലെ ഉള്ളവർക്ക് വേണ്ടിയും ഒന്ന് ഈ മത്സ്യ തൊഴിലാളി അങ്ങനത്തെ ആൾക്കാരുടെ താഴ്ന്ന ജാതിയിലെ ആൾക്കാർക്ക് വേണ്ടി. Now two churches in the same body of Christ. I don't know which Bible they are reading. ഒന്നോർത്ത് നോക്കിയാൽ രണ്ട് സഭകള് ഒരു സ്ഥലത്ത്, രണ്ട് സഭകള്, ഇത് ഏത് ബൈബിളാണ് അവർ വായിക്കുന്നത്? Now Kerala, like many other parts of India, is a very strange place. ഈ ഭാരതത്തിലെ പല സ്ഥലങ്ങളെ പോലെ തന്നെ കേരള ഒരു പ്രത്യേക ഒരു സ്ഥലമാണ്. They tell me Kerala is God's own country. ആൾക്കാർ പറയുന്നത് കേരള ദൈവത്തിന്റെ സ്വന്തം നാടാണ്. And I've had some good experiences and some strange experiences. എനിക്ക് കേരളത്തിൽ വന്നപ്പോൾ ചില നല്ല അനുഭവങ്ങളും ഉണ്ട്, ചില വിചിത്രമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ട്. And sometimes I have spoken, Kerala is a very hospitable place. So when you finish speaking, they will take you for lunch in somebody's house. ഈ അതിഥി സൽക്കാരം ഒക്കെ വളരെ ഉള്ള ഒരു സ്ഥലമാണ് കേരളം. അപ്പം എവിടെയെങ്കിലും ഇങ്ങനെ ഞാൻ പ്രസംഗിച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഇനി ഭക്ഷണം കഴിക്കാനായിട്ട് ആരുടെയും വീട്ടിലേക്ക് കൊണ്ടുപോകും. And sometimes I've spoken in Marthoma Church and I'll go to the home of the Marthoma family member. ചിലപ്പോൾ ഞാൻ മാർത്തോമ സഭയിൽ സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ മാർത്തോമ സഭയിലെ ആരുടെയും ഒരു വ്യക്തിയുടെ ഭവനത്തിലേക്ക് ഞാൻ കടന്നു പോയിട്ടുണ്ട്. And I have received more than 3-4 copies of book called History of Marthoma Church. They all have one history book. They'll give it to me. അപ്പം ഈ മാർത്തോമ സഭയെ കുറിച്ചുള്ള ചരിത്രം കുറിക്കുന്ന ഒരു പുസ്തകം എനിക്ക് പലരും തന്നിട്ടുണ്ട്. ഇപ്പൊ എന്റെ 3-4 പുസ്തകങ്ങളുണ്ട്. And they'll all tell me the same story. അവരെല്ലാം ഒരേ കഥയാണ് എന്നോട് പറയുന്നത്. How St. Thomas came. ഈ തോമസ് ലീഗ എങ്ങനെ വന്നു. And how 7 families or something came to know Christ through St. Thomas. അങ്ങനെ തോമസ് ലീഗയിൽ കൂടി എങ്ങനെ 7 കുടുംബങ്ങള് അവരെ കർത്താവിലേക്ക് വന്നു. And how they are all the upper caste. അവരെല്ലാം ഉയർന്ന ജാതിയിലുള്ളവരായിരുന്നു. And they don't relate to anybody. I don't know whether it's everywhere, but I've heard this over and over again. അപ്പൊ അവര് പിന്നെ ബാക്കിയുള്ളവരുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇത് ഞാൻ വീണ്ടും വീണ്ടും ഈ കഥ കേട്ടിട്ടുണ്ട്. Many times I was sitting in somebody's house. I forgot where it was. Suddenly one priest came inside the house and he said hello and he went inside. So I asked them, why did he go inside in such a hurry? They said he finished one service for low caste. Now the next service is for upper caste, so he came to have a bath. Now I don't know which Bible he was reading. അപ്പൊ ഞങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു അച്ഛനകത്തോട്ട് കയറി വന്നു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, അദ്ദേഹം അവിടെ ഇരുന്നില്ല, അകത്തോട്ട് കയറി. ഞാൻ ചോദിച്ചു, ഇതെന്താ അദ്ദേഹം അകത്തോട്ട് കയറിപ്പോയെ? അപ്പൊ അവര് പറഞ്ഞെന്ന് വെച്ചാൽ അതേ ഒരു താഴ്ന്ന ജാതിയിലെ ആൾക്കാരെ സേവിക്കുന്ന ഒരു സഭയിൽ അദ്ദേഹം അവിടെ കുർബാനയൊക്കെ നടത്തിയിട്ട് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇപ്പൊ ഒന്ന് കുളിക്കാനായിട്ട് പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഉയർന്ന ജാതിയിലെ ആൾക്കാരുടെ സഭയിലേക്ക് പോകും. Now this is not a problem only in Kerala. I'm just giving you examples because you are located in Kerala. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഇതുമാതിരിയുള്ള കാര്യങ്ങൾ കേരളത്തിൽ മാത്രമേ നടക്കുന്നു എന്നൊരു കാര്യം പറയാനായിട്ടല്ല. നിങ്ങൾ കേരളത്തിലുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് ഞാൻ കേരളത്തിലെ ഉദാഹരണം എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. Here in Delhi, I met a man who goes to the cathedral in our city. ഞാൻ താമസിക്കുന്ന ഡൽഹിയിലെ ഒരു ആളെ ഞാൻ കണ്ടു. അദ്ദേഹം ഞങ്ങൾ താമസിക്കുന്ന അവിടെ ഡൽഹി തന്നെ ഒരു കത്തീഡ്രൽ അവിടെ പോകുന്ന ഒരാളാണ്. And in that church they have English service and Tamil service. ആ സഭയില് ഇംഗ്ലീഷിലെ ശുശ്രൂഷയുണ്ട്, പിന്നെ തമിഴിലെ ശുശ്രൂഷയുണ്ട്. So I asked him, he's from Tamil Nadu. I said, you go for Tamil service or English service? അപ്പൊ അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നുള്ള ആളാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ തമിഴ് സർവീസിലാണോ പോകുന്നത്, ഇംഗ്ലീഷ് സർവീസിലാണോ? He said, we go for English service. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇംഗ്ലീഷ് സർവീസിലാണ് പോകുന്നത്. So I asked him, children can't understand Tamil?
അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കുട്ടികൾക്ക് എന്തോ തമിഴ് മനസ്സിലാകാത്തോണ്ടാണോ നിങ്ങൾ ഇംഗ്ലീഷ് സർവീസിൽ പോകുന്നത്? He said, no, we know it. അപ്പൊ അല്ല, അങ്ങനെ വിഷയങ്ങളൊന്നും ഇല്ല. But he said, English service is upper caste, Tamil service is poor caste. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ ഇംഗ്ലീഷ് സർവീസ് എന്ന് വെച്ചാൽ അത് ഉയർന്ന ജാതിയിലെ ആൾക്കാരാണ്, തമിഴ് സർവീസിലെ ഇച്ചിരി താഴ്ന്ന ജാതിയിലെ ആൾക്കാരാണ് വരുന്നത്. It's all about prestige. ഇതെല്ലാം ഈ അന്തസ്സിന്റെ ഒരു കാര്യമാണ്. Now leaders should be concerned about it. അപ്പൊ നേതാക്കന്മാരായിരിക്കുന്ന നമ്മള് അതിനെക്കുറിച്ച് വളരെ നമുക്ക് ഭാരമുള്ളവരായിരിക്കും. So when the leaders of the early church met, one area which they were observant was how are the poor treated in our church. അന്ന് ആദിമസഭയില് നേതാക്കന്മാർ ഒന്നിച്ച് വരുമ്പോൾ നമ്മളുടെ സഭയിലെ എങ്ങനെയാണ് ദരിദ്രരെ ആൾക്കാർ പെരുമാറുന്നത്, അത് അവരെ സംബന്ധിച്ച് വലിയ ഒരു വിഷയം തന്നെയാണ്. And there was one situation where they had a program of giving food for the poor widows. അപ്പം അവിടെ ആദിമസഭയിൽ ഒരു വിഷയം ഉണ്ടായത്, ഈ പാവപ്പെട്ട വിധവമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു കാര്യം അവിടെ തുടങ്ങിയായിരുന്നു. And so it was a good program. They were having convention. Kerala is known for convention. I don't know whether your church has convention, but they have conventions. അപ്പം അവിടെ അവർക്ക് കൺവെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കേരളത്തിലെ സംബന്ധിച്ച ഒത്തിരി കൺവെൻഷൻസ് നടക്കുന്ന ഒരു സ്ഥലമാണ്. നിങ്ങളുടെ സഭയിൽ അത് നടക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. So imagine that you have a Kollam convention. നിങ്ങളൊന്ന് ഓർത്തു നോക്ക്, കൊല്ലത്തൊരു കൺവെൻഷൻ നടക്കുകയാണ്. But there are many people who have come from outside Kollam for the convention. അപ്പൊ കൊല്ലത്തിന്റെ പുറത്തുനിന്ന് ഒത്തിരി പാവപ്പെട്ട ആൾക്കാര് കൊല്ലത്തേക്ക് ഈ കൺവെൻഷന് പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന് ഓർത്തു. So during lunchtime, ഉച്ച സമയത്ത്, so when lunch was given, the volunteers from Kollam gave more food for Kollam people, and for those who came from outside, they did not give them food. ഒന്നോർത്ത് നോക്കിയേ, ഉച്ചഭക്ഷണത്തിന്റെ സമയത്ത് ഈ ഭക്ഷണം വിതരണം ചെയ്യുന്ന ആൾക്കാര് കൊല്ലത്തെ ആൾക്കാർക്ക് കൂടുതൽ ഭക്ഷണം കൊടുക്കുകയും കൊല്ലത്തിന് പുറത്തു വന്ന ആൾക്കാരെ കാര്യമായിട്ട് നോക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? Now don't ask me where in the Bible Kollam is mentioned. No, I'm not talking about Kollam. I'm talking about Bible passage, what happened. But I'm giving you an example. അപ്പൊ ഈ വേദപുസ്തകത്തിൽ കൊല്ലം എവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ആരും എന്നോട് ചോദിക്കരുത്. ഞാൻ ഇതൊരു ഉദാഹരണം എടുത്ത്, എന്നാൽ ആ ആദിമസഭയിൽ നടന്ന ഒരു സംഭവത്തെ എടുത്ത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. So they decided we should form a committee to look after the feeding program. So they said we will pray to God to set aside 7 people. അപ്പൊ അവര് അവിടെ പ്രാർത്ഥനാപൂർവം തീരുമാനിച്ചു, ഇത് നമ്മളൊക്കെ ഇതൊരു വിഷയം കാര്യമായിട്ട് ആകാതെ ഇതിനെ പരിഹരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ആൾക്കാരെ തെരഞ്ഞെടുക്കാം. Now the problem is you should never ask the Holy Spirit to choose your committee. അപ്പം ഈ പരിശുദ്ധാത്മാവിനോട് ഒരിക്കലും നമ്മൾ ഈ കമ്മിറ്റി മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കാൻ ചോദിക്കരുത്. All the 7 people who were formed in the committee, who were chosen by the Holy Spirit, were people who were not from Kollam. Can you believe it? അവിടെ 7 ആൾക്കാരെ അവിടെ തെരഞ്ഞെടുത്തു. ആ 7 ആൾക്കാരെയും ആ സ്ഥലത്തെ ആൾക്കാരെ അല്ല അവിടെ തെരഞ്ഞെടുത്തത്, എന്നാൽ ദൂരെ നിന്ന് വന്ന ആൾക്കാരെ ആയിരുന്നു തെരഞ്ഞെടുത്തത്. Can you imagine a convention in Kollam and the committee is made up of non-Kollam people, and so that they will take care of those who are non-Kollam people. This only in God's way things like this happen. ഒന്നോർത്ത് നോക്കിയേ, കൊല്ലത്തൊരു കൺവെൻഷൻ നടക്കുന്നു. അപ്പം കൊല്ലത്തുനിന്ന് ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാരെ സേവിക്കാൻ വേണ്ടി കൊല്ലത്തു നിന്ന് അല്ലാത്ത ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നു. Now what I'm saying is, early church was very conscious to the cry of the poor people. ഞാൻ പറഞ്ഞു വരുന്നത്, ആദിമസഭയെ സംബന്ധിച്ചിടത്തോളം ഈ പാവപ്പെട്ടവരുടെ നിലവിളിക്ക് അവര് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരുന്നു. So the leaders were very concerned. പ്രത്യേകിച്ച് നേതാക്കന്മാര് അവർ ഇതിനെ കുറിച്ച് വളരെ അവരെ ബോധമുള്ളവരായിരുന്നു. Because they walked with Jesus. അതെന്തിനാണെന്ന് വെച്ചാൽ അവര് യേശുവിന്റെ കൂടെ നടന്നവരായിരുന്നു. Because they knew this was the character of God. അവർക്കറിയായിരുന്നു ദൈവത്തിന്റെ സ്വഭാവം തന്നെ ഇങ്ങനത്തെ ഒരു സ്വഭാവം. So what is the thing that they did? The third important thing is they had a very different understanding about wealth.
മൂന്നാമത്തെ ഒരു പോയിന്റ് എനിക്ക് പറയാനായിട്ടുള്ളത്, ധനത്തെക്കുറിച്ച് അവർക്ക് പ്രത്യേക ഒരു കാഴ്ചപ്പാടായിരുന്നു. It says there was no poor among them. They were not holding on to their wealth. They had a very different attitude towards wealth. അവര് അവരുടെ പണത്തെയോ ധനത്തെയോ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അവരുടെ ഇടയിൽ ഒരു ദരിദ്രനും ഇല്ലായിരുന്നു എന്ന് അവിടെ പറയുന്നു. And even when they didn't have, they cared for each other. അവർക്ക് ഇല്ലായിരുന്നപ്പോ പോലും അവര് അന്യം അവര് കരുതി. And there was a lot of giving in the early church. ആദിമ സഭയില് ഒത്തിരി കൊടുക്കൽ എന്ന ഒരു കാര്യമുണ്ടായി. Now, if you can read 2 Corinthians chapter 8 and verse 13. 2 കൊരിന്ത്യർ 8-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം, 13 to 15. 13 മുതൽ 15 വരെ ഉള്ള വാക്യങ്ങൾ വായിച്ചാൽ, മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരണം എന്നല്ല, സമത്വം വേണം എന്നത്രേ. സമത്വം ഉണ്ടാവാൻ തക്കവണ്ണം അവരുടെ സുഭിക്ഷം നിങ്ങളുടെ ദുർഭിക്ഷത്തിന് ഉതകേണ്ടതിന് ഈ കാലം നിങ്ങൾക്കുള്ള സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ. ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവ് കണ്ടില്ല എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. Now, Paul says the purpose of giving is to create equality. Can you believe it? പൗലോസ് ഇവിടെ പറയുന്നത് നമ്മൾ ഈ കൊടുക്കേണ്ട എന്തിനാന്ന് വെച്ചാല് സമത്വം കൊണ്ടുവരാൻ വേണ്ടിയാണ്. Give till we create a society where there is equality. നമ്മള് സമത്വം ഉള്ള ഒരു സമൂഹം വരുന്നിടം വരെ നമ്മൾ കൊടുക്കണം. So he talks about the church in Macedonia. Out of their poverty they gave. അപ്പം മക്കിദോനിയയിലുള്ള സഭയെ കുറിച്ച് പൗലോസ് സംസാരിക്കുമ്പോൾ അവരുടെ ദാരിദ്ര്യത്തിൽ അവരെ കൊടുത്തു എന്നാണ് അവിടെ പറയുന്നത്. So church's understanding of wealth was that it is not something to be held on to, but it is something to be given to create an equal world. അപ്പം പണം അല്ലെ ധനം അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കേണ്ട അല്ലെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സാധനമല്ല, മറിച്ച് അത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. And so church was not only teaching about wealth, which was different, but also they actually cared for people. That was the fourth important thing. അപ്പൊ സഭ പണത്തെക്കുറിച്ച് അല്ലെ ധനത്തെക്കുറിച്ച് നല്ല രീതിയിൽ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, നാലാമതായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് അവര് ആൾക്കാരെ കുറിച്ച് വളരെ കരുതലുള്ളവരായിരുന്നു. You saw how they cared for people when the widows were complaining that they were not getting food. അപ്പം വിധവമാർക്ക്, പാവപ്പെട്ട വിധവമാർക്ക് അവർക്ക് ലഭിക്കേണ്ടത് ലഭിക്കാതിരുന്നു എന്ന് ഉള്ള പരാതി വന്നപ്പോൾ അവരെത്രമാത്രം ആ കാര്യത്തിന് ചെവി കൊടുത്തു എന്ന് നമ്മൾ ആദ്യമേ കണ്ടു. And another important thing is that they taught them that faith without works is very empty. ഇത് മാത്രമല്ല അവരെ പഠിപ്പിച്ചത് ഈ പ്രവൃത്തി കൂടാത്ത വിശ്വാസം അത് വ്യർത്ഥമാണ്. Now if you look at James chapter 2 and verse 16 or verse 18 and 19. യാക്കോബ് 2-ാം അധ്യായം അതിന്റെ 18-ഉം 19-ഉം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവർത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവർത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവർത്തികളാൽ കാണിച്ചു തരാം. ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുകളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. Now James makes it very difficult. He says if you have faith and no works, even the devil is a good believer. അപ്പം യാക്കോബ് ഇവിടെ വളരെ കഠിനമായിട്ടുള്ള വാക്കാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ നോക്കിയാല് പിശാചിനും വിശ്വാസമുണ്ട്. And he says good works has to be done, has to be visible. അദ്ദേഹം പറയുന്നത് നല്ല പ്രവൃത്തി അത് നമ്മൾ ചെയ്യണം,
അത് പ്രകടമായിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. In fact, James says, suppose a brother comes to you and he is without clothes and daily food, and you tell him, go in peace, keep warm. He says, what good is it? അവിടെ യാക്കോബ് പറയുന്നത്, ഒരു സഹോദരൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിന് വളരെ ഒന്നും കഴിക്കാനില്ല അല്ലെ ഉടുക്കാനില്ല, അപ്പൊ നിങ്ങൾ പറയുക, സഹോദര ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സമാധാനത്തോടെ പോകുവീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വിശ്വാസം കൊണ്ട് എന്ത് പ്രയോജനം? Now John says the same thing in 1 John chapter 3 and verse 17 and 18. 1 യോഹന്നാൻ 3-ാം അധ്യായം 17-18 വാക്യങ്ങളില് യോഹന്നാനും ഏറെക്കുറെ ഇതേ രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവക ഉള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. Love for the poor is actually visible, not in words. ഈ ദരിദ്രരോടുള്ള സ്നേഹം അത് ദൃശ്യമായിട്ട് പ്രകടമായിട്ടുള്ള ഒരു കാര്യമാണ്. Now, it was not a department of the church. അത് ഈ ദരിദ്രരെ നോക്കാൻ വേണ്ടി സഭയിൽ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി, അതല്ല കാര്യം. In church, everybody took care as much as possible. അപ്പം സഭയില് ഉള്ള എല്ലാവരും തന്നെ അവരാൽ കഴിയുന്ന രീതിയിൽ അവര് മറ്റുള്ളവരെ സഹായിച്ചല്ലേ നോക്കി. And in Acts chapter 9, there is a mention about a particular lady. Acts chapter 9 and verse 32 onwards, we hear about this woman. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തില് നമ്മളൊരു പ്രത്യേക ഒരു സ്ത്രീയെ കുറിച്ച് അവിടെ കാണുന്നു. 32-ാം വാക്യം മുതൽ നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കും. Verse 36. Let me look at that. നമുക്ക് 36-ാം വാക്യം നമുക്ക് വായിക്കാം. യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള കബീഥ എന്ന പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്ത് പോന്നവളായിരുന്നു. She was always doing good. That's what English says. അവിടെ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്യുന്ന ഒരാളായിരുന്നു. She was not the chairperson of the social concern committee. ആ പുള്ളിക്കാരി ആ സഭയിലെ ഈ സാമൂഹ്യ സേവനത്തിന്റെ ഏറ്റവും മെയിൻ ആയിരുന്നു എന്നല്ല അവിടെ പറയുന്നത്. Today our biggest problem is anything good we want to do, we'll have a committee. ഇന്ന് നമ്മളുടെ എല്ലാം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ആ നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റി അങ്ങ് ഉണ്ടായിക്കളാം. And then we have a small setup of people who will do social work. അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാര് നിങ്ങൾ സാമൂഹ്യ പ്രവർത്തനം ചെയ്യാനായിട്ടുള്ള ആൾക്കാരാണെന്ന് നമ്മൾ അവരെ അങ്ങ് വേർതിരിക്കും. I heard about an incident which happened in Delhi many years ago. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയില് നടന്ന ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ കേൾക്കുണ്ടായി. One church works in a slum area. They have got a building and they're doing some school program in that slum. ഒരു സഭ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ചേരി പ്രദേശങ്ങളില് അവരെ ഒരു സ്കൂള് ഒരു പ്രോഗ്രാം അവരെ തുടങ്ങി. And they have staff in that school, teachers running that school. ആ സ്കൂൾ നടത്താൻ വേണ്ടി അവിടെ അതിനുവേണ്ടിയുള്ള സ്റ്റാഫ് ഉണ്ടായിരുന്നു. But some visitor made a very interesting observation. പക്ഷെ അവിടെ സന്ദർശിച്ച ഒരാള് ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം അവിടെ പറയുണ്ടായി. He noticed that all the staff were non-Christians. അവര് ശ്രദ്ധിച്ച ഒരു കാര്യം, അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാവരും ആരും വിശ്വാസികളല്ലായിരുന്നു. And so his question was, this is a church program, why are church people not involved? അപ്പൊ അദ്ദേഹം ചോദിച്ച കാര്യം ഇതാണ്, ഇത് ചർച്ചിന്റെ പ്രോഗ്രാമാണ്, പക്ഷെ ചർച്ചിന്റെ ആൾക്കാർ എന്തിനാ ഇതിന് ഉൾപ്പെടാത്തത്? In English there is a word, I hope Sunil can translate it correctly, outsourcing. ഇംഗ്ലീഷിലെ ഒരു വാക്കുണ്ട് ഔട്ട്സോഴ്സിങ്. അതായത് നമ്മള് മലയാളികൾക്ക് മനസ്സിലാകുന്ന സബ് കോൺട്രാക്ട് കൊടുക്കുക. അതായത് നമുക്ക്
നമ്മൾ ചെയ്യേണ്ട കാര്യം വേറെ ആരാണ്ടെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ അവർക്ക് അങ്ങ് കൊടുക്കുക. So caring for the poor is outsourced. അതുകൊണ്ട് ഈ പാവപ്പെട്ടവരെ അല്ലെ ദരിദ്രരെ നോക്കിയ കാര്യവും പലപ്പോഴും നമ്മൾ ഈ ഒരു ജോലി നമ്മൾ വേറെ ആരെങ്കിലും ഏൽപ്പിക്കും. I like the word Brother Sunil used, subcontracting. Yeah, that is very good word. സബ് കോൺട്രാക്ട് എന്ന് സുനിൽ ബ്രദർ ഉപയോഗിച്ച ആ വാക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. You know, caring for the poor should be the culture of the Christian community. ഈ ദരിദ്രരെ നോക്കുക എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ സമൂഹത്തിന്റെ ഒരു സംസ്കാരമായി മാറണം. Last year October, not 2020, I think, yeah, last February in Delhi there was a big protest. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തില് ഡൽഹിയില് ഒരു വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. And there were people on the street and there was violence. അവിടെ തെരുവിലെ ആൾക്കാർ വന്ന് അവിടെ വളരെ അക്രമം ഒക്കെ നടന്നു. Then there was the introduction of the lockdown. അതിനുശേഷം അവിടെ ലോക്ക്ഡൌൺ തുടങ്ങി. And thousands of people were migrant workers who were on the street of Delhi. അതുകൊണ്ട് അവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന തൊഴിലാളികളൊക്കെ അവര് തിരികെ പോകാൻ തുടങ്ങി. You must have seen pictures of that on the television. നിങ്ങൾ എല്ലാവരും ടെലിവിഷനിലെ ആ ദൃശ്യങ്ങള് നിങ്ങൾ കണ്ടു കാണും. Lot of people went out and did a lot of good work providing food for the people. അപ്പൊ ആ സമയത്ത് അങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി പല ആൾക്കാര് പോയി അവരെ സഹായിച്ചു, അല്ലെ ഭക്ഷണമൊക്കെ കൊടുത്തു. And one prominent community were the Sikh community. അപ്പൊ അങ്ങനെ സഹായിച്ച ആൾക്കാരിലെ ഈ സിഖ് മതക്കാരായിരുന്നു വളരെ മുൻപന്തിയിലുണ്ടായിരുന്നത്. In the 60s, when it came to service, Christians were outstanding in their contribution. 1960 കാലഘട്ടങ്ങളില് സമൂഹത്തിലെ ആൾക്കാരെ സേവിക്കുന്നതിലെ ക്രിസ്ത്യാനികളായിരുന്നു ഏറ്റവും മുൻപന്തിയില്. Now in 2021, nobody knows where we are. It is the Sikh community. എന്നാൽ 2020 ഒക്കെ വന്നപ്പോൾ ക്രിസ്ത്യാനികൾ എവിടെ പോയി എന്ന് നമുക്ക് കാണാനില്ല. ഇപ്പോൾ സിഖ് ആൾക്കാരാണ് ഏറ്റവും മുൻപന്തിയിൽ. We have outsourced or subcontracted caring. അപ്പം ബാക്കിയുള്ളവരെ സേവിക്കാനുള്ള ആ ജോലി അത് നമ്മൾ ബാക്കി ആൾക്കാർക്ക് സബ് കോൺട്രാക്ട് കൊടുത്ത ഒരു രീതിയായി പോയി. But the early church, every person was called to do good. പക്ഷെ ആദിമസഭയില് ദൈവം എല്ലാവരെയും സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടിയായിരുന്നു വിളിച്ചത്. And when Paul writes to Titus, he says so many times, do good, do good. പൗലോസ് തീത്തോസിനെ എഴുതിയ ലേഖനത്തില് പല പ്രാവശ്യം അവിടെ നന്മ ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്. And even in the criteria that Paul gives for choosing leaders, they must be known for doing good. ഈ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന കാര്യം പറയുമ്പോൾ പോലും പൗലോസ് പറയുന്നത് അങ്ങനെ നേതാക്കന്മാരെ നിയമിക്കുന്നതില് നന്മ ചെയ്യുന്നവരെ ആണ് തിരഞ്ഞെടുക്കേണ്ടത്. Now if you read Titus chapter 2 and verse 14, you will find a mention about this doing good so often in the book of Titus. തീത്തോസ് 2:14 വായിക്കുമ്പോൾ അവിടെ നന്മ ചെയ്യുന്നതിനെ പറ്റിയും നമുക്ക് കാണാൻ പറ്റും. അത് വേറെ പല സ്ഥലങ്ങളിലും ആ ലേഖനത്തിലുണ്ട്. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്ത ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. In English it says eager to do what is good. സൽപ്രവൃത്തി ചെയ്യാൻ ശുഷ്കാന്തിയുള്ള ആൾക്കാർ. Paul says the purpose of salvation is to redeem a people who will purify themselves to do good. പൗലോസ് പറയുന്നത് രക്ഷയുടെ ഉദ്ദേശം തന്നെ നന്മ ചെയ്യാൻ വേണ്ടി തന്നെ ശുദ്ധീകരിക്കുന്ന ഒരു കൂട്ടം ജനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയായിരുന്നു.
So to be people who care for the poor, who treat the poor with dignity, is the trademark or the characteristic of followers of Jesus Christ. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആൾക്കാരുടെ ട്രേഡ് മാർക്ക്, അതായത് അവരെ വ്യത്യസ്തമായിട്ട് കാണിക്കുന്ന ഒരു കാര്യം, പാവപ്പെട്ടവരെ സ്നേഹിക്കുന്ന ആൾക്കാരല്ലേ, സഹായിക്കുന്ന ആൾക്കാർ. In fact, even employment was not in order that we will build 4 houses for ourselves and accumulate wealth. It is in order to do good. യഥാർത്ഥമായിട്ട് പറഞ്ഞാൽ നമ്മളൊരു തൊഴിൽ ചെയ്യുന്നത് പോലും നമുക്ക് വേണ്ടി 4 ഭവനങ്ങൾ കെട്ടിപ്പണിയാൻ വേണ്ടി അല്ല, മറിച്ച് നന്മ ചെയ്യാനായിട്ട് ഒരു മാർഗമായിട്ടാണ് അതിനെ കാണുന്നത്. Now listen to the words of Paul in Ephesians chapter 4 and verse 28. എഫേസ്യർ 4:28 പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കാം. എഫേസ്യർ 4:28. കള്ളൻ ഇനിയും കക്കാതെ മുത്തുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാക്കേണ്ടതിന് കൈ കൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. It says there must have been people who came to Christ in the early church whose profession was stealing. And now he says, don't steal anymore, but work, do something useful so that you would have something to share with those in need. ഒരുപക്ഷെ കർത്താവിൽ വന്ന പല ആൾക്കാരിലെ ചില ആൾക്കാരെ കർത്താവ് വരുന്നതിന് മുമ്പ് അവരുടെ ജോലി എന്ന് വെച്ചാൽ കക്കുവായിരുന്നു. അപ്പം പൗലോസ് അവരോട് പറഞ്ഞത്, നിങ്ങൾ ഇനിയും കക്കുന്ന പരിപാടി നിർത്തിയിട്ട് സ്വന്തം കൈകൊണ്ട് നിങ്ങൾ അധ്വാനിക്ക്. അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ. Many times today we say, okay, I give 1/10 to the church, that is enough. പലപ്പോഴും പലര് പറയുന്നത്, ഞാന് ദശാംശം കൊടുക്കുന്നുണ്ട്, അത് മതി. Now Paul is not talking about tithing. പൗലോസ് ദശാംശത്തെ കുറിച്ചല്ല അവിടെ സംസാരിക്കുന്നത്. Paul is talking about every Christian family, every individual follower of Jesus should be committed to sharing with those who are in need. പൗലോസ് ഓരോ വിശ്വാസികളെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത്. ആവശ്യത്തിലിരിക്കുന്ന ഓരോരുത്തരോടും അവർക്കുള്ളത് പങ്കുവെക്കാൻ മനസ്സുള്ള ആൾക്കാരായി തീരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. So in the early church, if you are a poor person, you would have felt a very important position in the church. അതുകൊണ്ട് ആദിമസഭയിലെ അഥവാ നിങ്ങള് ദാരിദ്ര്യത്തിലുള്ള ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ നമ്മളും ഒരു വലിയ ഒരു സ്ഥാനത്തുള്ള ഒരാളാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയത്. They will treat you with dignity. എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെ അവരെ നമ്മൾക്ക് ബഹുമാനവും അന്തസ്സും തരും. If they see you in need, they will respond. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് കാണുവാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർ സഹായിക്കും. Leaders had a very special eye for those who were the poor people. നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുവാൻ അല്ലെ അവരുടെ കാര്യങ്ങളെ കുറിച്ച് പ്രത്യേക ഒരു കണ്ണുണ്ടായിരുന്നു. Now everybody will care for each other. എല്ലാവരും അന്യോന്യം അവർ കരുതും. And even people who worked had enough money to provide for those who were poor. അവിടെ ജോലി ചെയ്യുന്നവർക്കും അവരെ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി അവർക്ക് പണം ഉണ്ടായിരുന്നു. Now while you are listening to me, perhaps some of you are saying, now who is poor? അപ്പം എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിലപ്പോ ഇങ്ങനെ ചിന്തിക്കുമായിരിക്കും, സഹോദര ഇത് ആരാണ് ഈ പാവപ്പെട്ടവര് എന്ന് പറയുന്നത് ആരാണ്? Because we all feel we are poor. എന്താന്ന് വെച്ചാ നമ്മൾ പറയുന്നത് അയ്യോ നമ്മളും അങ്ങ് പാവപ്പെട്ടവരാണേ. But when compared to Ambani, who has got 139 rooms in his house, even if you have 5 rooms, you are poor only. അപ്പൊ നിങ്ങളെ തന്നെ അംബാനിയുമായിട്ട് താരതമ്യപ്പെടുത്തുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ 139 മുറികളുണ്ട്, നിങ്ങൾക്ക് 5 മുറിയേ ഉള്ളൂ. അപ്പൊ അതപേക്ഷിച്ച് നിങ്ങളും വളരെ പാവപ്പെട്ടവനാണ്. So we all feel we are all poor. അപ്പൊ അങ്ങനെ വെച്ച് ചിന്തിച്ചാലും നമ്മൾ എല്ലാവരും അങ്ങ് പാവപ്പെട്ടവരാണ്, ദരിദ്രരാണെന്ന്. Now in the Bible there are 5 words for poor.
വേദപുസ്തകത്തില് ഈ ദരിദ്രർ എന്നുള്ളതിനെ കുറിച്ച് 5 പദങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. First is those who lack something, those who don't have anything. ആദ്യമായിട്ട് ആദ്യത്തെ പദം എന്ന് വെച്ചാൽ ഉപയോഗിക്കുന്നത് അവർക്ക് ഏതാണ്ടിന്റെ മുട്ടുണ്ട്, കുറവുണ്ട്. They don't have shelter, they don't have clothes, they don't have food. That is one category. അപ്പം കഴിപ്പാനില്ല, ഉടുപ്പാനില്ല, അല്ലെ മേൽക്കൂരയില്ല, അങ്ങനത്തെ ആൾക്കാർ. So when we think of poor, we think only of that category. നമ്മൾ ഈ ദരിദ്രർ എന്ന് ചിന്തിക്കുമ്പോൾ ഈ ആദ്യത്തെ ഈ ഒരു കാറ്റഗറി ആൾക്കാരെ നമ്മൾ ദരിദ്രർ എന്ന് ചിന്തിക്കാറുണ്ട്. There is a second word which the Bible uses for poor. എന്നാൽ വേദപുസ്തകവും വേറെ രണ്ടാമത് ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. That is those who are frail, those who are weak. അത് ബലഹീനരെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. It could be people who are older people. Nobody talks to them. They are very frail. They can't move around. അത് പ്രായമുള്ളവർക്ക് വേണ്ടി ആ ഒരു വാക്ക് നമുക്ക് ഉപയോഗിക്കാം. അവർക്ക് തന്നെ പല കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. Now many years ago I was reading in Kerala you have quite a few such people. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ച ഒരു കാര്യമാണ്, കേരളത്തിൽ ഇങ്ങനെ പ്രായമുള്ളവരുടെ സംഖ്യ ഒത്തിരി കൂടുതലാണ്. That they live in big houses and the children are all outside India. അവിടെ ഈ പ്രായമുള്ളവര് പലപ്പോഴും അവര് തന്നെ വലിയ ഭവനങ്ങളിൽ താമസിക്കുന്നു, അവരുടെ മക്കളൊക്കെ വിദേശത്താണ്. And they come once in a while. ആ വിദേശത്തുള്ള മക്കള് വല്ലപ്പോഴും ഈ മാതാപിതാക്കളെ കാണാനൊന്ന് വരും. And this article was very interesting. They said one of the thriving business in Kerala is electric what do you call box, electric freezer for keeping the body, because many of them die by the time the children have to come. So Kerala has a thriving business of electric burial box. മൊബൈൽ മോർച്ചറി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പം അതിന്റെ നല്ല ബിസിനസ്സാണ് കേരളത്തിലുള്ളവർക്ക്. എന്താന്ന് വെച്ചാല് ആരെങ്കിലും പ്രായമുള്ളവർ മരിച്ചാല് പെട്ടെന്ന് നടക്കത്തൊന്നുമില്ല. ഈ പിള്ളേരെല്ലാരും കൂടെ വന്നെത്താൻ കുറച്ച് സമയം എടുക്കും. So that's a business in Kerala. അതുകൊണ്ട് അത് കേരളത്തിലെ ഉള്ള ഒരു പ്രത്യേക ബിസിനസ്സാണ്. All the old people are left here with nobody caring for them. Of course they have servants. ഈ പ്രായമുള്ളവരെ അവരെ കേരളത്തിലെ ഇങ്ങനെ വിട്ടേച്ചു പോകും. അവരെ നോക്കാന് വേലക്കാരൊക്കെ ഉണ്ട്. And another word for frail are those who are disabled people. ഈ ബലഹീനര് എന്ന് പറയുമ്പോൾ വേറെ ഒരു കൂട്ടം ആൾക്കാര് എന്ന് വെച്ചാൽ അംഗവൈകല്യമുള്ളവര്. Physically disabled, mentally disabled. അത് ശാരീരികമായിട്ടുള്ള അംഗവൈകല്യമുണ്ട്, മാനസികമായിട്ടുള്ള വൈകല്യങ്ങൾ ഉള്ളവരുണ്ട്. In my travel in many parts, I hardly see disabled people in our church. ഞാൻ പലയിടത്ത് സന്ദർശിക്കാറുണ്ട്. എന്നാൽ നമ്മളുടെ സഭകളില് ഈ വൈകല്യങ്ങളുള്ളവര് വന്നിരിക്കുന്നതായിട്ട് ഞാൻ അങ്ങനെ കാണാറില്ല. I know of a family which locks their disabled son at home to come to church. എനിക്ക് ഒരു കുടുംബത്തെ അറിയാം. അവരുടെ വൈകല്യമുള്ള ഒരു കുട്ടിയെ അവര് വീട്ടിലെ പൂട്ടിയിട്ടേച്ചാണ് അവര് സഭ യോഗത്തിന് വരുന്നത്. Because he is mentally challenged. അത് മാനസിക വൈകല്യമുള്ളത് കൊണ്ടാണ്. And when I asked the family why they don't bring him to church, they said in the church they don't like the noise that the disabled people make. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ആൾക്കാരെ സഭയെ കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചപ്പം അവര് പറഞ്ഞു, ഈ സഭയിലെ കൊണ്ടുവരുമ്പോ ബാക്കിയുള്ളവർക്ക് ഇങ്ങനത്തെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും, അത് അവർക്ക് ഇഷ്ടമില്ല. And that was very sad. അത് വളരെ ദുഃഖമുള്ള ഒരു കാര്യമാണ്. Because where will they go? Church is the place where we need to accept all these people. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ വേറെ എവിടെ പോകാനാണ്? സഭയിലല്ലേ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സ്വീകരിക്കേണ്ടത്. The third word for poor in the Bible are those who are dependent on others. ഈ ഒരു പദം വേറെ ഓരോരുത്തരിലെ ആശ്രയിക്കുന്ന ആൾക്കാര്. We like to keep people poor for the whole life. നമ്മള് ചില ആൾക്കാരെ ജീവിതകാലം മൊത്തം ദാരിദ്ര്യത്തിൽ ഇരുത്താൻ ആഗ്രഹിക്കുന്നവരാണ്. We don't want them to stand on their feet. അവര് സ്വന്തം കാലേ നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. Because we don't make any effort to help them. എന്താണെന്ന് വെച്ചാൽ അവരെ സഹായിക്കാൻ നമ്മൾ ഒട്ടും പ്രയത്നം ചെയ്യുന്നില്ല.
You remember there was a paralyzed man who was sitting near a pool when Jesus went that side and who healed him. വേദപുസ്തകത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു പക്ഷപാതക്കാരന് ഏകദേശം 38 കുറെ വർഷങ്ങള് അദ്ദേഹം ഒരേ സ്ഥലത്തായിരുന്നു. And Jesus asked him, do you want to be healed? യേശു അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ടോ? He said, I have tried many times to get in, but nobody cares. Everybody is pushing and going off before me. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാല്, എനിക്ക് ആഗ്രഹമില്ലാതല്ല, പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിന് വേറെ പലരും എന്നെ തള്ളിയിട്ട് വെച്ചാൽ അവരെ മുമ്പിൽ ചാടും. Sure, all these people gave him some money for food. അപ്പം വേറെ പലര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കുറെ പൈസ കൊടുത്തു. But what he wanted was to get into the well. That nobody helped him. പക്ഷെ അദ്ദേഹത്തിന്റെ ആവശ്യം എന്തുവായിരുന്നു? ആ ഒരു കുളത്തിലോട്ട് പോകാനായിട്ട് ആരെങ്കിലും സഹായിക്കണം. പക്ഷെ അതാരും സഹായിച്ചില്ല. And sometimes we like the poor to remain poor. അതുകൊണ്ട് ചിലപ്പം നമ്മളെ പോലുള്ള ആൾക്കാരെ ഈ ദരിദ്രരായി ഇരിക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നവരാ. In our country, the government also likes poor people to be poor. നമ്മളെ രാഷ്ട്രത്തില് സർക്കാരും ഇങ്ങനെ ദരിദ്രരായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്താണ്. So Christmas time, go give cake for them and come back. Imagine now one Christmas if there is nobody to give cake, we are going to be upset. So we want the poor people to sit around there so that we can give cake for them at Christmas time. അപ്പൊ ക്രിസ്മസ് വരുമ്പോൾ പോയി കുറച്ച് പേർക്ക് കേക്ക് കൊടുക്കുക. ഒന്നോർത്ത് പോയിക്കേ, ഒരു ക്രിസ്മസ് വരുമ്പോൾ നമുക്ക് അങ്ങനെ ആർക്കും കൊടുക്കാനില്ലെങ്കിൽ അപ്പൊ നമുക്ക് വിഷമം വരും. So basically, one of the words for the poor are those who are dependent. We keep. ഈ ദരിദ്രർ എന്നുള്ള ആ പദത്തിന്റെ ഒരു അർത്ഥം മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നത്. Now the fourth word for poor are those who have been dispossessed. ഈ ഏതാണ്ട് കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു, അത് എടുക്കപ്പെട്ടവര് എന്നുള്ള ഒരു കൂട്ടം ആൾക്കാരെയും ദരിദ്രരും നമ്മൾ വിളിക്കും. In the Old Testament, we have a person by name Naboth, whose land was taken by King Ahab. പഴയ നിയമത്തിലെ നാബോത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആഹാബ് രാജാവ് ഈ നാബോത്തിനുണ്ടായിരുന്ന സ്ഥലം അതങ്ങ് കൈവശമാക്കി. Now Naboth said, this land is my parents' land. I can't give it to you. അപ്പം രാജാവ് ആ സ്ഥലം ചോദിച്ചപ്പോൾ നാബോത്ത് പറഞ്ഞു, ഇതെന്റെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ്, ഞാൻ ഇത് ഒരു കാരണവശാലും തരാൻ പറ്റത്തില്ല. Now in the world today, there are many people who are poor because they have been dispossessed from their land. ഇന്ന് ലോകത്തിൽ പല ആൾക്കാര് ദാരിദ്ര്യത്തിലായിരിക്കുന്നതിന്റെ കാരണം അവരുടെ സ്ഥലം അവരുടെ കയ്യിൽ നിന്ന് പിടിച്ച് പറിച്ച് ആരാണ്ട് കൊണ്ടുപോയി. Sometimes it is to do with the government wanting to build new road, put a dam and things like that. People are displaced. ചിലപ്പം സർക്കാർ തന്നെ ഒരു പുതിയ ഡാം ഉണ്ടാക്കുന്നു, അല്ലെ ഒരു പുതിയ റോഡ് ഉണ്ടാക്കുന്നു എന്നും പറഞ്ഞ് കുറെ ആൾക്കാരുടെ സ്ഥലം അങ്ങ് എടുത്ത് പിടിച്ചു. Sometimes people are displaced because of communal conflicts and internal war. ചിലപ്പം ചില ആൾക്കാരുടെ സ്ഥലം പോകുന്നതെന്ന് വെച്ചാല് ഈ കലാപങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ആന്തരിക യുദ്ധം നടക്കുമ്പോൾ അങ്ങനെ സംഭവിക്കും. And sometimes they are displaced because they are seeking employment. ചിലപ്പം അവരുടെ സ്ഥലം പോകുന്നതെന്ന് വെച്ചാല് അവര് തൊഴിൽ തേടി പോകുന്നത് കൊണ്ടാണ്. Now in Kerala, there are a lot of people from outside Kerala. ഇന്ന് കേരളത്തിൽ തന്നെ കേരളത്തിന്റെ പുറത്തുനിന്ന് ഒത്തിരി ആൾക്കാർ അവിടേക്ക് വന്നിട്ടുണ്ട്. I remember when I was in Trivandrum, I went for breakfast one place and the person there was from Northeast India. ഞാന് തിരുവനന്തപുരത്തായിരുന്നപ്പോള് അവിടെ ചെന്നപ്പോള് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോള് വടക്കുകിഴക്കൻ ഭാഗത്തിൽ നിന്ന് ഉള്ള ഒരാളെ ഞാൻ കണ്ടു. Now even in Kollam, I'm sure you have people from Bihar and Madhya Pradesh and other places. കൊല്ലത്തും ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് ഒത്തിരി തൊഴിലാളികൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. And many places we are fighting, why are they here, and we treat them very badly. Remember, they are also considered poor in the Bible. പല സ്ഥലങ്ങളില്
ആൾക്കാർ എന്തിനാ ഇവർ അവിടുന്ന് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ഓർക്കണം, വേദോസ്തത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആൾക്കാരും ദരിദ്രരാണ്. But one of the words for the poor, which is most common in the Bible, is the word those who are oppressed. ദാരിദ്ര്യത്തിൽ ഉള്ള ആൾക്കാരെന്ന് ഉദ്ദേശിക്കുമ്പോൾ പീഡിപ്പിക്കപ്പെട്ട ആൾക്കാര് എന്നുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്. They may not be those who don't have food. അവർക്ക് ഭക്ഷണമില്ല എന്നൊന്നുമില്ല, അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ട്. They may not be those who don't have clothes. അവർക്ക് ഉടുക്കാൻ വസ്ത്രം ഉണ്ട്. They may not be people with some disability. ഒരുപക്ഷെ അവർക്ക് വൈകല്യങ്ങളൊന്നും ഇല്ലായിരിക്കാം. But in the structures in which they live, they are constantly oppressed. എന്നാല് അവര് ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ അവര് തുടർമാനമായിട്ടും അടിച്ചമർത്തപ്പെട്ട ഒരു കൂട്ടം ആൾക്കാരാണ്. And as a church, we have to care for the oppressed. സഭയായിട്ട് നമ്മൾ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട ആൾക്കാരെ നോക്കിയേ മതിയാവും. And in Luke's gospel, when Jesus said, "The Spirit of the Lord is upon me to bring good news to the poor," the word he used there was the oppressed. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തില് യേശു ക്രിസ്തു നസറേത്തില് കർത്താവിന്റെ ആത്മാവ് എന്റെ മേളിൽ ഉണ്ട്, അത് ദരിദ്രരോട് സുവിശേഷം പറയാനായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവിടെ ദരിദ്രർക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന പദം അത് ഈ അടിച്ചമർത്തപ്പെട്ട ആൾക്കാരെന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ. Now during this lockdown, we realize it has had a major impact on the emotional aspect of people. ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് ആൾക്കാരുടെ വികാരപരമായിട്ടുള്ള ആ ഒരു തലത്തില് വളരെ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. And many have committed suicide. പല ആൾക്കാരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. Oppression in the office, oppression outside. ഓഫീസിലുള്ള പീഡനം, ഓഫീസിന് പുറത്തുള്ള പീഡനം. And the Church of Jesus Christ is called to bring the good news to those who are oppressed. യേശു ക്രിസ്തുവിന്റെ സഭ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി സുവിശേഷം കൊണ്ടുവരാൻ വേണ്ടി ബാധ്യസ്ഥരാണ്. That is the good news. ഇതാണ് സുവിശേഷം. Both in word and in deed. അത് വാക്കിലും പ്രവൃത്തിയിലും. Whatever be the condition, whoever is poor should know that there is a church in their midst, which is the good news for our times. ആരെങ്കിലും ദാരിദ്ര്യത്തിലുണ്ടോ പീഡനത്തിലുണ്ടോ അവരെ ഒരു കാര്യം മനസ്സിലാക്കണം, അവരെ സഹായിക്കാൻ വേണ്ടി ഒരു സഭ അവരുടെ അടുക്കലുണ്ട്. And so my prayer is that TDF, isn't it, the Disciples Fellowship, would be that beacon of light and salt in Kollam, where anyone oppressed, displaced, people with disability who are frail, or those who lack something can say there is a community of God in our midst. എൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവും ഇതാണ്, കൊല്ലത്തുള്ള ഈ ഡിസൈപ്പിൾസ് ഫെലോഷിപ്പ് എന്ന് പറയുന്ന സഭ, അവിടെ ആരെങ്കിലും ആ പ്രദേശത്ത് മുട്ടുള്ളവരുണ്ടെങ്കിൽ, അല്ലെ ബലഹീനരായിട്ടുള്ളവരുണ്ടെങ്കിൽ, പീഡിപ്പിക്കപ്പെട്ടവരുണ്ടെങ്കിൽ, അവരുടെ സ്ഥലമൊക്കെ പിടിച്ചു പറിക്കപ്പെട്ട് വളരെ ദാരിദ്ര്യത്തിലുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഒരു കാര്യം മനസ്സിലാകണം, ദൈവത്തിന്റെ ഒരു കൂട്ടം ജനം ഈ കൊല്ലത്തുണ്ട്. അവരെ സേവിക്കുവാനായിട്ട്, അവരെ സഹായിക്കുവാനായിട്ട് ഒരു പ്രകാശമായിട്ടും ഉപ്പായിട്ടും അവരുടെ നടുവിൽ ഉണ്ട്. May God help you to be such a community, and let me close in prayer. Thank you very much for your patient hearing. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി ഇരുന്നു, അതിനായിട്ട് നന്ദി. നമുക്ക് പ്രാർത്ഥിക്കാം. Father in heaven, we thank you that you are a God of justice, you are a God of compassion. സ്വർഗീയ പിതാവേ, അങ്ങ് നീതിയുടെ ദൈവവും അങ്ങ് മനസ്സലിവിന്റെ ദൈവവുമാണല്ലോ. അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. And today, O God, I just pray for these my brothers and sisters in the Disciples Fellowship in Kollam. ദൈവമേ, ഇന്ന് ദ ഡിസൈപ്പിൾസ് ഫെലോഷിപ്പ് കൊല്ലം
ത്തുള്ള എൻ്റെ ഈ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. And others who are hearing from any part of the world, God, I pray we will be a people who will be children of light wherever we are. ഇത് മാത്രമല്ല, ലോകത്തിന്റെ ഏത് ഭാഗത്തും എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്കെല്ലാവർക്കും ഞങ്ങള് ആ ഒരു വെളിച്ചമായി തീരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. This is my prayer in Jesus' name. Amen. ഇത് യേശുവിന്റെ നാമത്തിൽ എൻ്റെ പ്രാർത്ഥന. Amen. Pastor Brother CV, this is Pastor Vinod here, and we are so thankful for all that you've been sharing with us past 2 days. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞങ്ങളുടെ ഇടയിൽ പങ്കുവെച്ചതിനായിട്ട് ഞങ്ങള് വളരെ നന്ദിയുള്ളവരാണ്. ബ്രദർ CB, Neeraj is very much a part of us. He was with us for many years, and he always speaks about you. നീരജ് ഞങ്ങളുടെ കൂടെ പണ്ട് ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം പലപ്പോഴും CBയെ കുറിച്ച് ഞങ്ങളോട് സംസാരിക്കാറുണ്ട്. Thank you very much. We're glad that finally we got you. Thank you very much. ഇങ്ങനെ നിങ്ങളെ ഞങ്ങൾക്ക് ഇങ്ങനെ ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. I mean, you must be surprised as to why we asked you to speak on such a topic during Easter meetings. ഒരുപക്ഷെ ഈസ്റ്ററിന്റെ സമയത്ത് ഇങ്ങനെ ഒരു വിഷയത്തെ കുറിച്ച് എന്തിനാണ് സംസാരിക്കാനായിട്ട് വിളിച്ചതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ച് കാണുമായിരിക്കും. In fact, I don't think many churches would even actually ask you to speak on a topic like this. It's not an easy topic to hear at all. ഇങ്ങനെ ഒരു ടോപ്പിക് അല്ലെ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനായിട്ട് പല സഭകളും ചിലപ്പോൾ ചോദിക്കത്തുമില്ലായിരിക്കും. എന്താന്ന് വെച്ചാൽ ഇച്ചിരി പ്രയാസമായിട്ടുള്ള ഒരു വിഷയമാണ്. It's good for conferences and topics for big conferences and maybe but inside a church, I don't think many people would want to know more about these kind of things. ഒരുപക്ഷെ കോൺഫറൻസിലൊക്കെ സംസാരിക്കാനായിട്ട് നല്ല വിഷയമാണ്. പക്ഷെ ഒരു സഭയില് ഇങ്ങനെ സംസാരിക്കാനായിട്ട് പലർക്കും അത്ര താല്പര്യമില്ലായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. But we strongly felt that God is leading us in this direction, and that's why we particularly chose to have you come and share to us on this. പക്ഷേ ഈ ഒരു വിഷയത്തെ കുറിച്ച് ദൈവം ഞങ്ങളോട് ഈ നാളുകളിൽ പ്രത്യേകം സംസാരിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടായിരുന്നു ഞങ്ങള് അങ്ങോട്ട് ഞങ്ങളെ റിക്വസ്റ്റ് ചെയ്തത്. You gave us a lot of wonderful insight into this. ഇതിനെ കുറിച്ച് വളരെ നല്ല ഉൾക്കാഴ്ചകള് നിങ്ങൾ ഞങ്ങൾക്ക് നൽകി. You told us that not only that God is on the side of the poor, ദരിദ്രരുടെ അനുകൂലമായിട്ട് ഉള്ള ഒരു ദൈവം ആണെന്ന് മാത്രമല്ല അങ്ങ് ഞങ്ങളോട് സംസാരിച്ചത്. I think the most important lesson we received was that church should not see this as a side duty. It should become more of a central focus of a church in every way. സഭ ചെയ്യുന്ന പല കാര്യങ്ങളിലും ഒരു കാര്യമായിട്ട് മാത്രം ഇതിനെ കാണാതെ സഭ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു പ്രധാന കാര്യമായിട്ട് ഇതിനെ കാണണം എന്നുള്ളൊരു കാര്യം പ്രധാനമായിട്ടും നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് സ്വീകരിക്കുന്നു. Most of all, not just in what we do, but how we view is so very important for us. അത് മാത്രമല്ല ഈ ദരിദ്രരെ എങ്ങനെയും സഹായിക്കണമെന്ന് മാത്രമല്ല അവരെ എങ്ങനെ കാണുന്നു എന്നുള്ള വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ പഠിക്കുന്നു. We're so thankful to you for this. വളരെ ഞങ്ങൾക്ക് നന്ദിയുണ്ട്. And I think the greatest response is not just to thank you, but for you to begin to see that there have been changes in the coming days in our church. I believe that is the greatest gift that we could give to you. നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് വെച്ചാല് താങ്ക് യു എന്നുള്ളത് മാത്രമല്ല, വരുന്ന നാളുകളില് ഈ പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങളുടെ സഭയിലെ വ്യത്യാസം വന്നു എന്ന് അറിയുന്നതില് ഏറ്റവും സന്തോഷമായിരിക്കുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു. And I believe the key is to start living like Jesus. ഇതിന്റെ എല്ലാം പ്രധാനമായിട്ടുള്ള താക്കോല് യേശു ജീവിച്ചതുപോലെ ജീവിക്കുന്നു. How much we all need to move towards that. എത്രമാത്രം നമ്മൾ എല്ലാവരും ആ ഒരു പാതയില് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. Thank you once again for. Thank you very much. Thank you. Enjoy having you, and may you challenge even more churches much more during these times. We just need to hear this message. വളരെ നന്ദിയുണ്ട്. ഈ നാളുകളില് ഇനി വേറെ പല സഭകളിലെ ഇത്രയും കൂടുതൽ ഈ ഒരു വിഷയത്തിൽ ആൾക്കാരെ വെല്ലുവിളിക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ.
In Kollam, I suppose. Yeah. Nice Yes. place to Thank you. visit. You can have a nice time here. Yeah. Praise God. Thank you very much. God bless you. Thank you.